അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസയിലെ ഓൺലൈൻ അഡ്മിഷനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സമസ്തയുടെ വെബ്സൈറ്റായ www.samasta.info എന്ന സൈറ്റിൽ കയറിയാൽ നമുക്ക് ഇതുപോലെ ഒരു എംബ്ലം വരുന്നതാണ്. ഇതിൽ ആദ്യമായി ക്രിയേറ്റ് മദ്രസ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മളൊരു യൂസർ നെയിം നൽകുക, മദ്രസയുടെ യൂസർ നെയിം നൽകുക. അതുപോലെ മദ്രസയുടെ അംഗീകാര നമ്പർ ഇവിടെ നൽകുക. അതുപോലെ ആരാണ് ഇത് അപ്ഡേഷൻ ചെയ്യുന്നതെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ, സദർ ഉസ്താദാണെങ്കിൽ അദ്ദേഹം മൊബൈൽ നമ്പർ നൽകുക. ഏത് നമ്പറാണ് നൽകുന്നത് ആ നമ്പറിലേക്കാണ് OTPയും ID-യും പാസ്വേഡും വരിക. അതുപോലെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അതും നൽകി രജിസ്റ്റർ അക്കൗണ്ട് എന്ന ഈ നീല ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ആ മൊബൈൽ നമ്പർ നൽകിയ ആ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇതുപോലുള്ള ഒരു എംബ്ലമാണ് പിന്നീട് വരിക. അതിൽ ഈ എൻ്റർ OTP എന്ന സ്ഥലത്ത് ആ OTP നൽകി സബ്മിറ്റ് നൽകിയാൽ വീണ്ടും ഇതുപോലുള്ള ഒരു ഓപ്ഷനാണ് വരിക. അതിൽ നമ്മൾ മദ്രസ ID അവർ തന്ന നമ്മുടെ മൊബൈലിലേക്ക് വന്ന മദ്രസ ID ഇവിടെ കൊടുക്കുക. നമുക്ക് വന്നിട്ടുള്ള പാസ്വേഡ് അതും ഇവിടെ നൽകുക. നൽകി കഴിഞ്ഞാൽ ലോഗിൻ കഴിഞ്ഞാൽ ഇതുപോലെ ഒരു എംബ്ലമാണ് വരിക. ഇതിൽ ഫസ്റ്റിൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, മദ്രസയുടെ ഡീറ്റെയിൽസ് അറിയാനുള്ള ഓപ്ഷനാണ്. ഓൾറെഡി അതിൽ വന്ന് കിടക്കുന്നുണ്ടാകും. രണ്ടാമത്തെ ഓപ്ഷൻ സ്റ്റുഡൻറ്റ് കൗണ്ട് എന്നുള്ളതാണ്. അതായത് ഓരോ ക്ലാസ്സിലും എത്ര ആൺകുട്ടി എത്ര പെൺകുട്ടികളുണ്ട് എന്നതാണ് നമ്മൾ നൽകേണ്ടത്. ഒന്നാം ക്ലാസ്സിൽ ഉദാഹരണം 14 പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, 15 പെൺകുട്ടികളുണ്ട്. അപ്പോൾ 15 14 29 ആയി. ഇതുപോലെ ഓരോ ക്ലാസ്സിലും നൽകി ലാസ്റ്റ് അപ്ഡേറ്റ് ഡാറ്റ കൊടുത്താൽ ആ രണ്ടാമത്തെ സെഷനും കഴിഞ്ഞു. മൂന്നാമത്തത് മദ്രസ കമ്മിറ്റി എന്നുള്ളതാണ്. മദ്രസ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റിൻ്റെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ, അതുപോലെ സെക്രട്ടറിയുടെയും ട്രഷററുടെയും കഴിഞ്ഞാൽ ഈ അപ്ഡേറ്റഡ് ഡാറ്റ എന്ന് കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. പിന്നെ മൂന്നാമത്തത് മുഅല്ലിം ആണ്. ഉസ്താദുമാരനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ആഡ് ന്യൂ സ്റ്റാഫ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. ഏത് ഉസ്താദിനെയാണോ നമ്മൾ ആഡ് ചെയ്യുന്നത് അവരുടെ മൊബൈൽ നമ്പർ നൽകുക. മൊബൈൽ നമ്പർ നൽകി വെരിഫൈ ചെയ്താൽ ഇവിടെ പേര് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ഞാൻ ഓൾറെഡി പേര് എഴുതിയത് കൊണ്ടാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അവിടെ പേര് എഴുതുക ഒന്നാമത്തേതിൽ, രണ്ടാമത്തെ ഡീറ്റെയിൽസ് അഡ്രസ്സ് കൊടുക്കുക, മൂന്നാമത്തെ സ്ഥലത്ത് MSR നമ്പർ കൊടുക്കുക, നാലാമത്തെ സെലക്ട് എന്ന ഭാഗത്ത് ഉസ്താദാണോ പിന്നെ സ്റ്റാഫാണോ സദർ ഉസ്താദാണോ ഏതാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം മൊബൈൽ നമ്പർ നൽകിയാൽ ആഡ് എന്ന ഈ പച്ച ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത്തെ ഉസ്താദിനെ ആഡ് ചെയ്യാൻ ഇതേപോലെ നമ്മൾ ഈ മൊബൈൽ നമ്പറിൻ്റെ അവിടെ മൊബൈൽ നമ്പർ കൊടുത്താൽ അങ്ങനെ എത്ര ഉസ്താദുമാരുണ്ടെങ്കിലും അവരെ അങ്ങനെ ആ രീതിയിൽ ആഡ് ചെയ്യാവുന്നതാണ്. നാലാമത്തെ ഓപ്ഷൻ, അതാണ് വളരെ പ്രധാനപ്പെട്ട ഓപ്ഷൻ, കുട്ടികളുടെ പേര് വിവരങ്ങളാണ് നൽകേണ്ടത്. അതിന് ആഡ് സ്റ്റുഡൻറ്റ് എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. ആദ്യമായി കുട്ടിയുടെ ക്ലാസ് സെലക്ട് ചെയ്യുക. ഏത് ക്ലാസ്സിൽ? ഒന്നാം ക്ലാസ്സിലേക്കാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ഒന്നാം ക്ലാസ്. ഡിവിഷൻ ABC ഏതാണ് ഡിവിഷൻ ഉള്ളതെങ്കിൽ ആ ഡിവിഷൻ നൽകുക. കുട്ടിയുടെ പേര് നൽകുക. ആദ്യം ഇംഗ്ലീഷിലാണ് പേര് നൽകേണ്ടത്. പിന്നെ അറബി എന്നുള്ള സ്ഥലത്ത് അവിടെ അറബിയിൽ എഴുതുക. പിതാവിൻ്റെ പേര് എഴുതുക. മെയിലാണോ ഫീമെയിലാണോ, ആണാണോ പെണ്ണാണോ അത് എഴുതുക. ഡേറ്റ് ഓഫ് ബർത്ത്, ഒരു ജനനത്തീയതി ഏതാണെങ്കിൽ അത് ശരിക്കും കൊടുക്കുക. അതുപോലെ ഏത് ദിവസമാണ് ഏത് ഡേറ്റിനാണ് കുട്ടി ചേർന്നതെങ്കിൽ, നമ്മളെ മദ്രസയിൽ അഡ്മിഷൻ കൊടുത്തതെങ്കിൽ ആ ഡേറ്റ് കൊടുക്കുക. മദ്രസയിലെ അഡ്മിഷൻ നമ്പറിൽ നമ്മൾ അഡ്മിഷൻ കൊടുത്ത ആ നമ്പർ, അഡ്മിഷൻ നമ്പർ അതെത്രയാണെങ്കിൽ അത് നൽകുക. പിന്നെ കുട്ടിയുടെ വീട്ടുപേര്, പോസ്റ്റ് ഓഫീസ്, അതുപോലെ കുട്ടിയുടെ രക്ഷിതാവിൻ്റെ മൊബൈൽ നമ്പർ അതും നൽകിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്താൽ
അത് ഓക്കെ ആയി, ഒരു കുട്ടിയുടെ ഓക്കെ ആയി. പിന്നെ രണ്ടാമത്തെ കുട്ടിയുടെ വീണ്ടും നമുക്ക് അതുപോലെ ന്യൂ സ്റ്റുഡൻറ്റ് എന്നുള്ളിടത്ത് പോയി വീണ്ടും അതുപോലെ നമുക്ക് എത്ര കുട്ടികളെ ആണെങ്കിൽ അത്ര കുട്ടികളെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ആഡ് ചെയ്തതിന് ശേഷം ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒന്നുകൂടി കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ആഡ് സ്റ്റുഡൻറ്റിൻ്റെ നേരെ താഴെ സെലക്ട് ക്ലാസ് എന്ന് കാണാം. ആ ക്ലാസ് ഓപ്പൺ ആക്കി അതുപോലെ സെലക്ട് ഡിവിഷനും കൊടുത്താൽ വ്യൂ സ്റ്റുഡൻറ്റ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആഡ് ചെയ്ത കുട്ടികളുടെ ഡീറ്റെയിൽസ് കാണും. ഇത് മൊബൈലിലായതുകൊണ്ട് ഒരു പരിമിതികളുണ്ട്. കമ്പ്യൂട്ടറിലാകുമ്പോൾ വിശാലമായി വളരെ വ്യക്തമായി എല്ലാം കാണാവുന്നതാണ്. കമ്പ്യൂട്ടറിൽ ചെയ്യലാണ് വളരെ സിമ്പിളായി ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.